ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയൊക്കെ കഴിഞ്ഞ് ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് അവധിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് കിടക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ. അപ്പം ഇവിടെ ഒരു പാർക്കിൽ ആക്ച്വലി എന്താ പറയുക, എന്തായിരുന്നു ഈ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന മേളയിൽ അതുപോലത്തെ ഒക്കെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല വെയിലുണ്ട്, നല്ല സുഖമുണ്ട്, അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു ഞങ്ങളിത് പാർക്കിങ്ങിൽ വന്നേ. ഫൺ ഫെയർ ആട്ടോ. ആ ചേട്ടൻ അവിനെ കയറ്റി ഇരുത്തി, എനിക്ക് അവിടെ നിന്ന് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ആ ചേട്ടൻ വണ്ടി എടുക്കട്ടെ. നമുക്കപ്പോൾ പോയി ഇന്ന് അവിടെ എന്തൊക്കെയുണ്ട് നോക്കാം. പിള്ളേർക്കുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, കാരണം ഈ ആഴ്ച മൊത്തം പിള്ളേർക്ക് ഇവിടെ ടേം ബ്രേക്കാണ്. അപ്പം ഈ സമ്മറും കൂടെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ ഫൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പോയി നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി വെതർ കേട്ടോ. ഇപ്പോൾ നല്ല വെയിലും അത് ചെറിയൊരു കാറ്റും ഉണ്ട്. അങ്ങനത്തെ ഇവിടെ ഇങ്ങനത്തെയൊക്കെ കാലാവസ്ഥ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, നമുക്ക് വളരെ റെയറായിട്ട് ഈ സമ്മർ 2 മാസമൊക്കെ ഇങ്ങനത്തെ കാലാവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാലാവസ്ഥ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ചാടി ഇറങ്ങൂട്ടോ വെളിയിൽ. അങ്ങനെ നമ്മൾ പാർക്കിലെത്തിട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വരുവും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കാം എങ്ങനെ പാർക്കിംഗ് സ്ലോട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാട്ടോ ഇവിടെ. പാർക്കിംഗ് സ്ഥലമില്ല. നമ്മളൊരു 5 മിനിറ്റ് ഇവിടെ നിൽക്കുന്നു. പാർക്കിലെത്തി. പാർക്കിംഗ് സ്ലോട്ടൊക്കെ കിട്ടിട്ടോ. അപ്പം നമുക്കത് പയ്യെ ഇറങ്ങി പോവാം. അങ്ങനെ നമ്മൾ ഫൺ ഫെയർ നടക്കുന്നിടത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കാറ്റൊക്കെ അടിച്ചപ്പോൾ ചെറുതായിട്ട് എനിക്ക് തണുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ കോട്ടൊക്കെ എടുത്തിട്ടു. അതൊക്കെയാണെങ്കിൽ പിന്നെ അങ്ങനെ വലിയ എല്ലാവരെയും കണ്ടതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൺ ഫെയർ നടക്കുന്നിടത്ത് എത്തിയിട്ടോ. ഇതൊരു ചെറിയ മേള, പിള്ളേർക്ക് 1 വീക്ക് അവധി ആയതുകൊണ്ട് കുറച്ച് റൈഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആക്ടിവിറ്റി പോലത്തെ കേട്ടോ. ഇവിടുത്തെ വലിയ ഫൺ ഫെയറും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്നത് ക്രിസ്മസ് ടൈമിലാട്ടോ. അന്നേരത്തെ ഇത് വളരെ അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണി 3 മണി ആകുമ്പോഴത്തേക്ക് നൈറ്റ് ആവും. അപ്പോൾ ലൈറ്റൊക്കെ ചെയ്ത് നല്ല ഒരു പ്രത്യേക വൈബാട്ടോ ആ സമയത്തെ മേളയ്ക്ക്. അപ്പോൾ ഒരുപാട് റൈഡും കാണും, ഒരുപാട് കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കാണും കേട്ടോ അതിനകത്ത്. പിന്നെ വെറൈറ്റി ഓഫ് ഫുഡ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവിടുത്തെ മേളയിൽ. ഞങ്ങൾ കയറി ചെന്ന് അവയോട് ചോദിച്ചു ഏതിൽ ആദ്യം കയറണേന്ന്. അപ്പോൾ അവൻ ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ എന്താ പറയുക എയർ ബലൂണ്. അവൻ എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഈ എയർ ബലൂണ്. എപ്പം എവിടെ കണ്ടാലും പുള്ളി വിടത്തില്ല, ഭയങ്കര ഇഷ്ടമാവിക്കും. അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തത് അവ കളിക്കാൻ കയറി കേട്ടോ. ഇവിടെ ഓരോ ഐറ്റത്തിൽ കയറണമെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് ഏകദേശം 3 പൗണ്ടായിരുന്നു 10 മിനിറ്റത്തിന് വേണ്ടി. പിന്നെ എനിക്ക് കമ്പാരിറ്റീവ്ലി ഫീൽ ചെയ്തത് ഇവിടെ വരുമ്പോൾ റേറ്റ് കൂടുതലും, പിന്നെ ഈ ക്രിസ്മസ് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് അവിടെയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കൂടുതൽ. അവിടെ 5 പൗണ്ട് ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ റേഞ്ച് വരുന്നത് കുറച്ച് കമ്പാരിറ്റീവ്ലി കൂടുതൽ. പിന്നെ അവിടെയൊക്കെ പോകാൻ വേണ്ടി എൻട്രി ഫീസും കാണും കേട്ടോ. അപ്പം ഇത് പിന്നെ പിള്ളേർക്ക് വേണ്ടി ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു റേറ്റ് കുറവ്. പിന്നെ ഇത് എല്ലാ വർഷവും ഇവിടെ വരുന്നതാണ്. ഈ ഒരു സെയിം ടൈം പീരീഡിൽ നമ്മൾ എല്ലാ വർഷവും വരുന്നതും കേട്ടോ ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവ അടുത്ത ഇത് കണ്ടുപിടിച്ചു. അവയ്ക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് പ്രത്യേകിച്ച് കാറും ബൈക്കും. അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നടന്ന് അത്തേ കയറണം എന്ന് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ട ഒരു റെഡ് കാർ കണ്ടുപിടിച്ചു കേട്ടോ. അതിൽ പോയി കയറിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതേ അടുത്തയിലേ കയറി. ഏതിലാ കയറണ്ടേന്ന് ഓർത്ത് അവ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ എന്താ പറയുക വിമാനത്തിൽ കയറി കേട്ടോ. അങ്ങനെ അവ വിമാനത്തിൽ കയറി ഇറങ്ങിയപ്പോൾ ഞാൻ പയ്യെ ഇതിൽ കയറാൻ വേണ്ടി പോയിട്ടോ. ഈ റൈഡിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഓൾമോസ്റ്റ് എല്ലാ മേളകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. മീൻസ് അതായത് ഇങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നിട്ട് ക്രിസ്മസിൻ്റെ ആണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ചീപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് നല്ല കിടുവാണ്, വലിയവർക്കുള്ളതാട്ടോ. ഇത്ര ഹൈറ്റിന് മുകളിലുള്ളവർക്കേ പറ്റത്തുള്ളൂ എന്നുണ്ട്. സൂപ്പർ എന്ന് പറയാം. ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലായിടത്തും പോയി കയറുന്ന ഒരു ഇതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി.
അവ ഈ റൈഡ് നടക്കുന്ന സമയത്ത് താഴെ ഇപ്പുണ്ടായിരുന്നല്ലോ, അതിന് ആൾക്കാർ കൂവും കരയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് അവയ്ക്ക് എന്തോ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അവ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു കേട്ടോ. കുറച്ചു നേരത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം എൻ്റെ മടിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടോ അവൻ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ അജയ് ചേട്ടനും അവനും കൂടെ പോയത് കാറ് ഓടിക്കാൻ വേണ്ടി പോയി. മറ്റേന്ന് ഇറങ്ങിയതിൻ്റെ ഹാങ് ഓവർ കാരണം ഞാൻ കാർ ഓടിക്കാൻ വേണ്ടി പോയില്ല കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവർ കാറൊക്കെ ഓടിച്ചു. പിന്നെ അവയ്ക്ക് കാറ്, ബൈക്ക്, വണ്ടികൾ ഏതാണെങ്കിലും അവയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അവരുടെ കാർ ഓടിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടോ. കാർ ഓടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം പിന്നെയും ഇറങ്ങി ഇതിലേ നടന്നു കേട്ടോ, വേറെ ഏതൊക്കെയാ ഉള്ളതെന്ന്. പിന്നെ വേറെ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവർക്ക് കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, അതുപോലെ വേറെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നും ചോദിച്ചപ്പോൾ അവർക്ക് കയറണ്ടെന്ന് പറഞ്ഞു. ഞാനേ ആദ്യത്തെ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ പേരെന്താ ഞാൻ ഓർക്കുന്നില്ല. കയറിയിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മുടിയൊക്കെ ഒരു കോലമായി. അതൊക്കെ കഴിഞ്ഞ് ഇനി അവിടത്തെയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇവിടെ തൊട്ടിപ്പുറ ഒരു പാർക്കുണ്ട്. ഇത് പേ അല്ല കേട്ടോ, ഇത് നമുക്ക് എല്ലാ പാർക്കിലുള്ള പോലെ തന്നെ പിള്ളേർക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന നേരത്തേക്കാണ്. അപ്പോൾ ഇനി കുറച്ചു നേരം ഞാൻ വിചാരിച്ചു അവിന് ഇവിടെ കൊണ്ടുവിടാം. ഇവിടെയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കളിക്കാമല്ലോ. അങ്ങനെ അവി കളിക്കാൻ കയറിട്ടോ. ഈ പാർക്ക് അവയ്ക്ക് ഭയങ്കര ഫെമിലിയറാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ സാധനം എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പാർക്കാട്ടോ. അങ്ങനെ അവയുടെ കളി അവിടെ നല്ല പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയ്ക്ക് മറ്റേതിനേക്കാളും കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് ഇതാന്ന് എനിക്ക് തോന്നിട്ടോ. അങ്ങനെ പളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പം അവയ്ക്ക് ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് ക്യാൻഡി മേടിച്ചു കൊടുത്തു. ഞാനൊരു ഐസ്ക്രീമും മേടിച്ചു. അവനോട് ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് ഐസ്ക്രീം വേണം അത് ക്യാൻഡി വേണം. അപ്പോൾ അവൻ പറഞ്ഞു ക്യാൻഡി മതി എന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ ഐസ്ക്രീം കണ്ടപ്പോൾ അവയ്ക്ക് ക്യാൻഡി വേണ്ട, ഐസ്ക്രീം മതി. അങ്ങനെ പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന് അവ എൻ്റെ ഐസ്ക്രീം മേടിച്ചെടുത്തു കേട്ടോ. ഇത് കണ്ടില്ല എവിടെ ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെ ക്യാൻഡി എൻ്റെ കയ്യിലും ഐസ്ക്രീം അവയുടെ കയ്യിലും കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ കുറച്ച് പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അവയും കുറച്ച് നേരം അതിൽ ഓടിക്കളിച്ചു. എപ്പോഴും വീട്ടിൽ ഇരുന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ബോറല്ലേ. അപ്പം അവനവിടെ കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോറടിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നടക്കാമെന്ന്. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റിയത്. ഇവിടെ ഇതൊരു പോണ്ടുണ്ട്. ഇതിൻ്റെ നിറയെ നമ്മുടെ നാട്ടിലെ ആമ്പൽ, വൈറ്റ് ആമ്പലാട്ടോ, വെള്ള ആമ്പൽപ്പൂ ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ അപ്പുറം വേറൊരു ചെറിയൊരു ഇതുണ്ട്, അവിടെ മിനിയേച്ചർ ബോട്ടും കൊണ്ട് വന്നിട്ട് ആൾക്കാർ റേസിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫൺ ഫെയറും കഴിഞ്ഞ് കുറേ നേരം വെയിലത്തും ഇരുന്ന് വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങുക. ഏകദേശം 4:30 ആയിട്ടോ സമയം. ഇനിയിപ്പോൾ പോണ വഴിക്കൊന്ന് റേഞ്ചിൽ കയറണം. റേഞ്ചിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം നമുക്ക് പിന്നെ ഇവിടെ നല്ല വെയിലാണ്. ഇതെല്ലാ വർഷവും നടക്കുന്ന കേട്ടോ. ഇവിടെ ഈ ഒരു മെയ് ലാസ്റ്റ് വീക്കിൽ എല്ലാ വർഷവും സ്കൂൾ വെക്കേഷൻ ആയിരിക്കും മെയ് ലാസ്റ്റ് വീക്ക്. അപ്പം ടൈം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ വർഷവും ഇത് നടക്കുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു പാർക്കാണ്. കുറേ നേരം ഇരുന്നു. ഞങ്ങൾ മിക്കവാറും തന്നെ വരുന്ന ഒരു പാർക്കുമാണ്. അങ്ങനെ നമുക്ക് പയ്യെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മളിത് റേഞ്ചിലെത്തിയിട്ടോ. നമുക്ക് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കണം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് പോയി മേടിക്കാം നോക്കാം. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞാൽ എന്നും എൻ്റെ കയ്യിൽ കുറേ കാശ് നോക്കട്ടെ. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാൻ വിചാരിക്കും നമ്മൾ ഉദ്ദേശിച്ച സാധനം മാത്രം മേടിച്ചിട്ട് ഇറങ്ങണമെന്ന്. പക്ഷെ ഒരിക്കലും നടക്കാറില്ല. കാരണം അതിലേക്ക് നടക്കുന്ന കഴിയുമ്പോൾ ഓരോ സാധനം കണ്ണിൽ പെടും. പിന്നെ ഞാൻ അതെല്ലാം പഴയ കൊട്ടയ്ക്കകത്ത് തരും. അതാണ് മെയിൻ പരിപാടി. ഇവിടെ കയറിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ എനിക്കൊരു പില്ലോ മേടിക്കണമായിരുന്നു. എൻ്റെ പില്ലോ എല്ലാം ഭയങ്കര പതിഞ്ഞു പോയിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു പില്ലോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഈ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് പോന്നു.
ഇവിടെ ഒരാളെ കണ്ടില്ലേ ഭയങ്കര കൂലങ്കഷ്കമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വലിയ എന്തോ സാധനം മേടിക്കാൻ വേണ്ടിയെന്ന്. ഒന്നുമല്ല, അവിടെ ഇരിക്കുന്ന ഹെഡ് ആൻഡ് ഷോൾഡർ ഷാമ്പു മേടിക്കാൻ വേണ്ടിയാണ് ഇതിന് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേ ഷാമ്പും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം മേടിച്ചത് ബില്ല് ചെയ്ത് ഇറങ്ങുക കേട്ടോ. ഈ പ്രാവശ്യം എന്താണെങ്കിലും നമ്മൾ ഒരുപാട് കാശൊന്നും ചെലവാക്കിയില്ല, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ച് പെട്ടെന്ന് ഇറങ്ങി. അപ്പോൾ അതേ നമ്മൾ റേഞ്ചിൽ നിന്ന് ഇറങ്ങി. റേഞ്ചിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. കുറച്ച് പില്ലോയും പിന്നെ കട്ടിംഗ് ബോർഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഞാൻ ഫുഡ് ഐറ്റംസ് ഒന്നും കൂടുതൽ റേഞ്ചിൽ നിന്ന് മേടിക്കാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളിത് ഇറങ്ങി. ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയി നേരെ കുക്കിംഗ് ചെയ്യാൻ തുടങ്ങണം. വൈകുന്നേരം കഴിക്കാനുള്ളതും നാളത്തേക്കുള്ളതൊക്കെ ഉച്ചയ്ക്ക് ഇന്നലത്തെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ പോയി കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പം ജസ്റ്റ് ഞങ്ങൾ വെറുതെ ഇറങ്ങിയപ്പം അതും പാർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വെച്ച് ഞാൻ തുടങ്ങിയതായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.